ഞാൻ ഈ ലിസ്റ്റ് ചൈതന്യ മാമിന് കൊടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് കൂട്ടാക്കാം. പൂജയുടെ മൂക്കിൽ പിടിച്ചാട്ടിക്കൊണ്ട് അമ്മു പറഞ്ഞതും അവൾ വീണ്ടും അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. ആരും പ്രതീക്ഷിക്കാത്തൊരു സൗഹൃദം അവിടെ തുടങ്ങുകയായിരുന്നു. ആത്മിക. വൈകിട്ട് അമ്മു ക്ലാസ്സിൽ നിന്നിറങ്ങിയപ്പോഴാണ് ചന്തുവിന്റെ വിളി കേട്ടത്. അവൾ തിരിഞ്ഞു നിന്നപ്പോഴേക്കും അവൻ ഓടിപ്പിടിച്ചു അവളുടെ അടുത്തെത്തിയിരുന്നു. അന്ന് ആൽബി വന്ന് വാണിംഗ് കൊടുത്തതിനു ശേഷം പിന്നെ ഇപ്പോഴാണ് അവനെ അമ്മു കാണുന്നത്. ഡിസ്കഷൻ ഹാളിലേക്ക് വാ, കിതപ്പൊന്ന് മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അമ്മു പകപ്പോടെ അവനെ നോക്കി. അയ്യോ, നീ ഇങ്ങനെ നോക്കല്ലേ, അവിടെ പ്രോഗ്രാം കോർഡിനേറ്ററിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ ചൈതന്യ മിസ് പറഞ്ഞതാ. അതെന്തിനാ നിങ്ങളോട് പറയുന്നേ? ഞാനാണ് ഫൈനൽ ഇയേഴ്സിന്റെ ഹെഡ്, നിനക്കും എനിക്കും ഒക്കെ സെയിം ഡ്യൂട്ടിയാണ്. അവൻ വിശദമായി പറഞ്ഞപ്പോഴാണ് അമ്മുവിന് സമാധാനമായത്. ഒപ്പം അവനെ സംശയിച്ചതിന്റെ ചെറിയൊരു ജാള്യതയും. വാ വാ. അവൾ ചമ്മി നിൽക്കുന്നത് കണ്ടതും ചന്തു ചിരിയോടെ മുന്നിൽ നടന്നു. ഹാളിലെത്തിയപ്പോൾ 10-15 കുട്ടികളും 7 ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. മാം, എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം. എന്തേ? ലേറ്റ് ആകുമെന്ന് പറയാൻ. വിളിച്ചിട്ട് വാ. അമ്മ പുറത്തിറങ്ങി ഫോൺ തപ്പിയപ്പോഴാണ് താൻ ഫോൺ എടുക്കാതെയാണ് രാവിലെ ഇറങ്ങിയതെന്ന് ഓർത്തത്. അവൾ തിരികെ ചെന്നപ്പോഴേക്കും പ്രിൻസിപ്പാൾ എത്തിയിരുന്നു. മാം, ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ടില്ല, മാമിൻ്റെ ഫോണൊന്ന് തരുമോ? മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും ആത്മിക. പ്ലീസ് മാം, ലേറ്റ് ആകില്ല, ഇതിപ്പോൾ തീരും. ചൈതന്യ അങ്ങനെ പറഞ്ഞെങ്കിലും മീറ്റിംഗ് കുറച്ചധികം നീണ്ടുപോയിരുന്നു. പ്രോഗ്രാം അറേഞ്ച്മെന്റ്സിനെ കുറിച്ചും ചീഫ് ഗസ്റ്റിനെ കുറിച്ചുമൊക്കെ പ്രിൻസിയും ടീച്ചേഴ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ അമ്മു ആകെ അസ്വസ്ഥമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ വാച്ചിലേക്ക് നോക്കും, നിർവികാരതയോടെ ചൈതന്യയും നോക്കും. ഇതിനിടയിൽ എപ്പോഴും അവൾ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന ചന്തുവിനെ. എന്നാൽ ലേറ്റാകുന്ന ടെൻഷനിൽ അവൾ അത് കാര്യമാക്കിയിരുന്നില്ല. പ്രിൻസി പോയതും അമ്മു പോകാനായി ചാടി എഴുന്നേറ്റു. പക്ഷേ അവൾ ഹാളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ അവിടേക്ക് ഓടിയെത്തിയിരുന്നു. ആൽബി. അവന്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളും ശ്വാസഗതിയിലെ മാറ്റവും കണ്ടപ്പോൾ തന്നെ അമ്മുവിന് മനസ്സിലായി എത്രത്തോളം ടെൻഷനോടെയാണ് അവൻ ഇവിടെ വരെ എത്തിയതെന്ന്. എന്താ ആൽബി? അവന്റെ നിൽപ്പ് കണ്ട് പേടിയോടെയാണ് ചൈതന്യ ചോദിച്ചത്. ചേച്ചിയുടെ ഫോൺ എവിടെ? അത് സ്റ്റാഫ് റൂമിൽ. വല്ലെടുത്ത് കൊണ്ടുവയ്ക്കാനാണോ നിങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത്? എത്ര തവണ ഞാൻ വിളിച്ചു. വേറൊരുത്തിയാണെങ്കിൽ ഫോൺ വീട്ടിൽ നേർച്ചയ്ക്ക് വെച്ചേക്കുവല്ലേ? ദേഷ്യത്തോടെ ആൽബി പറഞ്ഞു. അമ്മുവിനെ കൂർപ്പിച്ചു നോക്കി അവൻ പറയുമ്പോഴും അമ്മു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി. അതിനിപ്പോ എന്ത് സംഭവിച്ചതാ? വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവളെ കാണാതായപ്പോ ടെൻഷനാകില്ലേ? ആൽബി പറയുന്നത് കേട്ട് ചൈതന്യ കള്ളച്ചിരിയോടെ അമ്മുവിനെ ഒന്ന് നോക്കി. അവൾ ഇപ്പോഴും കണ്ണ് രണ്ടും അവന്റെ മുഖത്ത് തന്നെ പതിപ്പിച്ചിരിക്കുവാണ്. കോളേജിന്റെ 50ാം വാർഷികമല്ലേ, അതിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ഇത്രയും ലേറ്റ് ആകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി പോകാലോ? കൊണ്ടുപോക്കോ. അമ്മുവിനെ ഒന്ന് നോക്കിയിട്ട് ആൽബി ഹാളിൽ നിന്നിറങ്ങി. അവനോടൊപ്പം എത്താൻ അവൾ കുറച്ച് പാടുപെട്ടു. എന്തിനാ ഇത്രയും ദേഷ്യം? പിന്നിൽ നിന്നും അവളുടെ ചോദ്യം കേട്ടതും ആൽബി ഒന്ന് നിന്നു. അപ്പോഴേക്കും അമ്മു അവന്റെ മുന്നിലെത്തിയിരുന്നു. കയ്യിലൊരു ഫോൺ ഇല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ നിനക്ക്? പറ്റിയില്ല, അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ തന്നെ എന്തിനു വിളിച്ചു പറയുന്നേ? ഇവിടുന്ന് ഇറങ്ങിയ നേരെ വീട്ടിലേക്ക് വരുമെന്ന് അറിയാലോ. പണ്ടൊരിക്കൽ ഇതുപോലെ അമ്പലത്തിലേക്ക് പോയവളെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ പജീറോയിൽ നിന്ന് കിട്ടിയത്. ആരോടൊന്നില്ലാതെ ആൽബി പറഞ്ഞതും അമ്മു നാവ് കടിച്ച് അവനെ നോക്കി. അവരെയൊക്കെ എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചല്ലോ. അതോടെ നാട് നന്നായെന്നാണോ നിന്റെ വിചാരം? നിന്നെ കാണാതെ പേടിച്ചിരിക്കുക അമ്മച്ചി. എന്നിട്ട് പേടി മുഴുവൻ ഈ മുഖത്താണല്ലോ. മറുപടി പറയാതെ അവളെ കൂർപ്പിച്ചു നോക്കിയിട്ട് ആൽബി ബൈക്കിൽ കയറി. കാറല്ലേ? പിന്നെ വെപ്രാൾപ്പെട്ട് ഇറങ്ങുമ്പോഴല്ലേ കാർ എടുക്കുന്നത്. എന്തിനായിരുന്നു വെപ്രാളം? നീ എന്താ കാറിൽ മാത്രമേ കയറത്തുള്ളൂ? അല്ല, എന്നാ വന്ന് കയറടി. അവന്റെ ശബ്ദം ഉയർന്നതും അമ്മു ചാടി കയറിയിരുന്നു. ബൈക്ക് മുന്നോട്ട് നീങ്ങിയതും അമ്മുവിന്റെ മനസ്സ് പിന്നിലേക്ക് സഞ്ചരിച്ചു. എല്ലാം എത്തി നിൽക്കുന്നത് ഒരേ ഉത്തരത്തിലാണ്. ഇന്നത്തെ ഇച്ഛന്റെ പെരുമാറ്റവും അത് തന്നെ സൂചിപ്പിക്കുന്നു. അതൊന്ന് ഉറപ്പുവരുത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇച്ഛൻ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? അത് കേട്ട് അവനൊന്ന് ഞെട്ടി. പൊടുന്നനെ ബൈക്കൊന്ന് പാളി. വീഴാതെ അവൻ പെട്ടെന്ന് തന്നെ ചവിട്ടി നിർത്തി. നീ എന്താ ചോദിച്ചേ? ഒന്നുമില്ല. വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ മിററിലൂടെ അമ്മുവിനെ നോക്കി. അവൾ അത് കണ്ടെന്ന് മനസ്സിലായതും അവൻ നോട്ടം മാറ്റി. മനസ്സിൽ വീണ്ടും ചോദ്യങ്ങൾ നുരഞ്ഞു പൊങ്ങിയെങ്കിലും പണിപ്പെട്ട് അതെല്ലാം അടക്കി അവൾ ഇരുന്നു. സമയമാകുമ്പോൾ എല്ലാ സത്യങ്ങളും കണ്ണൻ തന്നെ തൻ്റെ മുന്നിലെത്തിക്കുമെന്ന വിശ്വാസത്തിൽ.
വീട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന അമ്മച്ചിയെയും ടീനയെയും ചെറിയെയും. എല്ലാവരുടെയും മുഖത്ത് പരിഭ്രമം ആവോളമുണ്ട്. നീ എന്താമോ ഇത്രയും ലേറ്റ് ആയത്? ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ടീനയുടെ ചോദ്യമെത്തി. വേവലാതിയോടെയുള്ള അവളുടെ ആ ചോദ്യവും സ്നേഹവും ഒക്കെ അമ്മുവിനെ സങ്കടത്തിലാക്കി. ഇത്രയും നേരം ഇച്ചൻ തന്നോട് കള്ളം പറഞ്ഞതാണോ ഇല്ലയോ എന്ന സംശയ നിവാരണത്തിനിടയിൽ ഒരു തവണ പോലും താൻ ടീനു ചേച്ചിയെ പറ്റി ചിന്തിച്ചില്ല. ഒരു പക്ഷേ ഇച്ചൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ തന്നെ സ്വന്തമായി കരുതുന്ന ചേച്ചിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണത്. ഈ നിമിഷത്തിനിടയിൽ എപ്പോഴും തൻ്റെ ഉള്ളിൽ വീണ്ടും ആ പ്രണയം തളിരിടാൻ തുടങ്ങിയിരുന്നു. മനുഷ്യ മനസ്സിന്റെ നിയന്ത്രണത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന പ്രണയം എന്ന വികാരം എത്രത്തോളം അകലാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന വികാരം. എന്താ അമ്മോ, ഇവൻ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ല ചേച്ചി. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ലെൻ്റെ ചേച്ചി, കോളേജ് ഗോൾഡൻ ജൂബിലി ഫംഗ്ഷന് അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. നിനക്ക് ആ ഫോൺ എടുത്തോണ്ട് പോയിക്കൂടെ അമ്മു? മറന്നുപോയി അമ്മച്ചി. വാ, വന്ന് ചായ കുടിക്ക്. അമ്മച്ചി അകത്തേക്ക് പോയതും ടീന പിന്നെ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അമ്മുവിനെ ഒളി കണ്ടാൽ നോക്കി ആൽവിയും അകത്തേക്ക് കയറിയിരുന്നു. ഇച്ചായൻ എന്തോ ഒരു കള്ളലക്ഷണം. മറുപടിയൊന്നും കിട്ടാതെ വന്നതും ജെറി തല തിരിച്ച് അമ്മുവിനെ നോക്കി. അവൾ നെറ്റിമേൽ കൈകളൂന്നി ചാരുപടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ജെറിക്ക് മനസ്സിലായി. അമ്മു! ഉച്ചത്തിലുള്ള അവന്റെ വിളി കേട്ട് അമ്മു ഒന്ന് ഞെട്ടി. രൂക്ഷമായി അവനെ നോക്കിയതും ജെറി ഇളിച്ചു കാണിച്ചു. എന്താ പറ്റിയടൻ്റെ അമ്മൂസിന്? അറിയില്ല ജെറി, എല്ലാം മറക്കാൻ ശ്രമിച്ച് പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. പക്ഷേ മനസ്സ് വീണ്ടും കൈവിട്ടു പോകുന്നത് പോലെ. അതിനു മാത്രം ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചു? അവൾ നടന്ന കാര്യങ്ങളെല്ലാം ജെറിയോട് പറഞ്ഞു. എല്ലാം കേട്ട് തലയാട്ടിയിരിക്കുന്നവന്റെ കാലിൽ അവളൊരു പിച്ചു കൊടുത്തു. എന്തുവാടി നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനും അതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു. സത്യം പറഞ്ഞ ഇതേ സംശയം എനിക്കും അന്നു മുതൽ തോന്നുന്നുണ്ട്. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞത്? ബെസ്റ്റ്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണല്ലോ എന്ന കുറ്റബോധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ഓരോ സംശയം പറഞ്ഞ് നിന്നെ ഞാൻ കുഴപ്പത്തിലാക്കുമോടി. എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്തണം, എന്നിട്ട് നിന്നോട് പറയാമെന്ന് കരുതിയതാ. അതുവരെ നീ സമാധാനമായിട്ട് പഠിച്ചോട്ടെ എന്ന് ചിന്തിച്ചത് ഒരു തെറ്റായി പോയോ? അവൻ വിഷാദഭാവത്തിൽ പറഞ്ഞതും അമ്മു അവന്റെ കാലിൽ പിച്ചിയ സ്ഥലത്ത് തടവിക്കൊടുത്തു. അവൻ ആ കൈ തട്ടി മാറ്റുകയും ചെയ്തു. സോറി ജെറിക്കുട്ട. ശരി, ഇനി നീ പറ, നിന്റെ സംശയം എന്താ? ഇച്ചൻ കള്ളം പറഞ്ഞതാണോ? ആണെങ്കിൽ തന്നെ എന്തിന്? വെയിറ്റ്, നമുക്ക് ആദ്യം മുതൽ ഒന്ന് റിവൈൻഡ് ചെയ്തു നോക്കാം. അമ്മുവും മാലവിയും കണ്ടുമുട്ടിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചു. അവളെ വീട്ടിൽ കൊണ്ടുവന്നതും അവൾക്കായി ചെയ്ത കാര്യങ്ങളും അങ്ങനെയെല്ലാം അവർ രണ്ടുപേരും ഓർത്തു. ഇതിൽ നിന്നും നിനക്ക് എന്ത് മനസ്സിലായി? എടാ, ഇപ്പൊ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ഞാനും ഇച്ചനും മാത്രമേ ഉള്ളൂ. നീ ടീനു ചേച്ചിയെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആലോചിച്ചു നോക്ക്, ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന്. അതാണ് പെണ്ണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ശരാശരി മനുഷ്യന് പ്രണയവും അതുപോലെ വികാരങ്ങളുമൊക്കെ പ്രകടമായി തുടങ്ങുന്ന ഒരു പ്രായമുണ്ട്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലം. അങ്ങനെ ഒപ്പിച്ച് പറയാൻ പറ്റില്ലടാ. എല്ലാവർക്കും പഠിക്കുന്ന പ്രായത്തിൽ പ്രേമം ഉണ്ടാകണമെന്നില്ലല്ലോ. പ്രേമം ഉണ്ടാകില്ല, പക്ഷേ ആ ചിന്ത ഉണ്ടാകുമല്ലോ. ദേവുവിൻ്റെ അമ്മയുടെ ഉപദ്രവങ്ങൾക്കിടയിലും നീ ആ പാട്ടുകാരനെ പ്രേമിച്ചില്ലേ? അതൊക്കെ ഹോർമോണിന്റെ കളികളാണ്. അത് കേട്ടതും അമ്മു നിശബ്ദയായി. ആ പാട്ടുകാരൻ ഇച്ചനാണെന്ന് ജെറിക്ക് അറിയില്ലല്ലോ. അത് വിട്, നീ എൻ്റെയും ചിക്കുവിൻ്റെയും കാര്യം തന്നെ നോക്ക്. ശത്രുക്കളെ പോലെ നടന്നവർക്കിടയിൽ പ്രണയം വന്നത് ആ പ്രായം എത്തിയപ്പോഴാ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വവും സാഹചര്യങ്ങളും അല്ലേടാ. പിച്ചുവെക്കാൻ തുടങ്ങിയ പ്രായത്തിൽ ഇച്ചായൻ്റെ കൂടെ കൂടിയതാ ടീനൂച്ചി. ഒരുമിച്ച് കളിച്ചും പഠിച്ചും വളർന്നവർ. വളരുന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിനും മാറ്റം വന്നിട്ടുണ്ട്. മാറ്റമില്ലാഞ്ഞത് അവരുടെ ബന്ധത്തിന് മാത്രമാ. സ്കൂളിലും കോളേജിലും ഒന്നും തോന്നാതിരുന്ന പ്രേമം പെട്ടെന്നൊരു ദിവസം എങ്ങനെ പൊട്ടിമുളച്ചു? അവർക്കെന്താ അതിനു മുമ്പ് സാഹചര്യം കിട്ടിയില്ലേ? അതോ അവരുടെ ഹോർമോൺസ് വർക്കായില്ലേ? ഇന്നലെ കണ്ടൊരാളോട് പോലും നിമിഷ നേരം കൊണ്ട് ഇഷ്ടം തോന്നുന്നു. പിന്നെന്തേ അവർക്ക് മാത്രം പ്രണയം തോന്നാൻ ഇത്രയും കാലതാമസം എടുത്തു? അതിനൊന്നും അമ്മുവിന് ഉത്തരവില്ലായിരുന്നു. അവളും അത് തന്നെ ചിന്തിക്കുമായിരുന്നു. അതല്ല പോട്ടെ, എത്രയൊക്കെ മറച്ചു വെച്ചാലും ഒരുമിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും അവരുടെ പ്രണയം പ്രകടമാകും. ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെയോ അല്ലെങ്കിൽ വാക്കിലൂടെയോ. അങ്ങനെ എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചായൻ നിന്നെ നോക്കുന്നത്, നിന്നെ ഓർത്ത് ചിരിക്കുന്നത്. നീ ഇന്ന് വരാൻ വൈകിയപ്പോഴുള്ള ഇച്ചായൻ്റെ വെപ്രാളവും പേടിയും നീ കാണണമായിരുന്നു. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇച്ചനും ടീനു ചേച്ചിയും തമ്മിൽ ഒന്നുമില്ലെന്നാണോ?
എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇത് ടീനൂച്ചിയോട് ചോദിക്കാൻ നീ സമ്മതിക്കാഞ്ഞത് കൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ഒടിച്ചു മടക്കി നിന്റെ കയ്യിൽ വെച്ച് തന്നേനെ. എനിക്ക് ഇച്ഛനെ ഇഷ്ടമാണെന്ന് ടീനു ചേച്ചിക്ക് അറിയില്ലല്ലോ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങളെങ്കിൽ ചേച്ചി എന്നെ വെറുക്കില്ലടാ. അതും ശരിയാണ്. എന്തായാലും നീ അതൊന്നും ഓർത്ത് പഠിത്തത്തിൽ ഉഴപ്പണ്ട. എല്ലാം കണ്ടുപിടിക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ. അവളുടെ നെറ്റിയിൽ തല മുട്ടിച്ചുകൊണ്ട് ജെറി എഴുന്നേറ്റു. എന്നാലും നിനക്ക് ബയോളജിയിൽ ഇത്രയും പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഹോർമോൺ ആക്ടിവിറ്റീസൊക്കെ മനപ്പാടമാണല്ലോ. എടി പൊട്ടി, ഇത് ബയോളജിയും കെമിസ്ട്രിയും ഒന്നുമല്ല, സിമ്പിൾ ഹ്യൂമൻ സൈക്കോളജി. എന്തായാലും നിന്നെ വിശ്വസിച്ച് രാഘു പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കോളേജുകാരുടെ ഒരു അവസ്ഥ. മുകളിലേക്ക് നോക്കി അത് പറഞ്ഞിട്ട് അവൻ ഓടി അകത്ത് കയറി. അവനെ അടിക്കാനായി പിറകെ അവളും.